ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഓരോരുത്തരും ഈ ലോകത്തിലെ വിഷയങ്ങളിൽ ഓടി അലഞ്ഞ് ദുഃഖിതരായി നശിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ആണ് പെണ്ണിലും പെണ്ണാണിലും അതുപോലെ ഇന്ദ്രിയ സുഖങ്ങളിലും രസത്തിലും കാണപ്പെടുന്ന കാഴ്ചകളിലും എല്ലാം മയങ്ങിക്കൊണ്ട് സത്യത്തെ അറിയാതെ ജീവിതം തുലയ്ക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. അവർ പരമസുഖികളാണ് എന്ന് കരുതുന്നു. വാസ്തവത്തിൽ അവർ ക്ഷണികമായ സുഖത്തിന് വേണ്ടി അനശ്വരമായ സുഖത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അനശ്വരമായ ഒരു സുഖമുണ്ട് എന്ന വാസ്തവം അവർക്കറിയാനും സാധിക്കുന്നില്ല. അതിനാൽ ഒരു കവി പറയുകയാണ്: വീണാരവം തേടിയോടും മൃഗം കാട്ടിൽ, വേടൻ വിരിച്ച കണിയിൽ വീഴും, ഭോഗാർജനത്തിനായി പായും മനുഷ്യനും, വീഴുന്നുമായ വലയിലന്ധം. സുഖത്തിന് വേണ്ടി, അതായത് നല്ല ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തിൽ മയങ്ങി എല്ലാം മറന്ന് മാൻ ശ്രദ്ധിച്ചു നിൽക്കും. ചുറ്റുപാടുകളോ ശത്രുക്കളെയോ ഓർക്കാതെ ശബ്ദത്തിൽ മാത്രം ആകൃഷ്ടമായി മാൻ നിൽക്കുന്നതിനാൽ വേടന്മാർ മാനിനെ അമ്പയച്ച് കൊല്ലുന്നു, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു. അതുപോലെയാണ് വീണാരവം തേടി ഓടും മൃഗം കാട്ടിൽ, വേടൻ വിരിച്ച കെണിയിൽ വീഴും. അല്ലെങ്കിൽ വേടൻ വിരിച്ച കെണിയിൽ, ആ കെണിയുണ്ടെന്നറിയാതെ ആ കെണിയിൽ വീണ് നശിക്കാനിട വരുന്നു. അതുപോലെ ആ മാനിനെ പോലെയാണ് ഓരോ മനുഷ്യനും. എങ്ങനെ? ഭോഗാർജനത്തിനായി പായും മനുഷ്യനും, ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന മനുഷ്യനും എന്ത് സംഭവിക്കുന്നു? വീഴുന്നുമായ വലയിലന്ധം. അജ്ഞാനമാകുന്ന വലയിൽ കുടുങ്ങി ജീവൻ നശിപ്പിക്കുന്നു. ആര്? ഭോഗത്തിനായി പായുന്ന മനുഷ്യൻ. ഭോഗാർജനത്തിനായി പായും മനുഷ്യനും, ഭോഗത്തെ ആർജിക്കുന്നതിന് വേണ്ടി പായുന്ന മനുഷ്യനും വീഴുന്നുമായ വലയിലന്ധം. അന്ധമായിട്ട്, അതായത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട്, അറിവില്ലായ്മയാൽ അജ്ഞാനമാകുന്ന പടുകുഴിയിൽ വീണ് നശിക്കാനിട വരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്തെന്നറിയാതെ ഈ ഭോഗവസ്തുക്കളിൽ മാത്രം ഭ്രമിച്ച് ആയുസ് നശിപ്പിക്കുന്നു. താൻ നേടിയതും താൻ കെട്ടിപ്പൊക്കിയതുമായ ആകാശക്കോട്ടകളൊന്നും തന്നെ തനിക്ക് സഹായകം അല്ല എന്ന് അന്തിമവേളയിൽ ബോധ്യം വരുന്നു. അപ്പോഴേക്കും ആയുസ്സും ഊർജവും ശക്തിയും എല്ലാം നഷ്ടപ്പെടുന്നു. ആരെല്ലാം തന്നെ സംരക്ഷിക്കുമെന്ന് കരുതുന്നുവോ അവരിൽ നിന്നെല്ലാം, അല്ലെങ്കിൽ അവരെല്ലാം നമ്മിൽ നിന്നും അകന്നു പോകുന്നു. താൻ ഒറ്റയ്ക്ക് തനിക്ക് സഹായത്തിനോ ഒരു തുള്ളി വെള്ളത്തിനോ ഒരു സഹായവും ഇല്ലാത്ത നിലയിൽ അവശനായി കഴിയുന്ന, അല്ലെങ്കിൽ തനിക്ക് സഹായം വേണ്ടിവരുന്ന അവസ്ഥയിൽ താൻ സഹായിക്കേണ്ടവരെല്ലാം തന്നിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയും നമുക്ക് കാണാമല്ലോ. ഇതാണ് ലോകത്തിൻ്റെ സ്ഥിതി. അതിനു മുമ്പേ തന്നെ ഈ സത്യാവസ്ഥയെല്ലാം മനസ്സിലാക്കി നാം ആ പരമമായ സർവീശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് പ്രവേശിക്കുകയാണെങ്കിൽ നാം പരമമായ സുരക്ഷിതത്വത്തിൻ്റെ പിടിയിൽ അമരുകയും
നാം സുരക്ഷിതരാണെന്ന ബോധമുണ്ടാവുകയും പരമാനന്ദത്തിൻ്റെ ഉടമകളായിത്തീരുകയും ചെയ്യും. അതാണ് നാം ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്നത് ഇതാണ്. ഇതുപോലെ വീണാരവം തേടി ഓടും മൃഗം കാട്ടിൽ, വേടൻ വിരിച്ച കെണിയിൽ വീഴും. ഭോഗാർജനത്തിനായി പായും മനുഷ്യനും വീഴുന്നുമായ വലയിലന്ധം.